സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഇന്ന് ഇത് വെച്ചാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ ഷീമ ചക്ക എന്ന് പറയും. നിങ്ങളുടെ ഏരിയ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കിടിലൻ സംഭവമാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇതൊന്നും കാണാൻ പോലില്ല. ഇത് വില കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ തട്ടിക്കൂട്ടിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. നമുക്കിതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോകളുമായി എത്താം. എല്ലാം തട്ടിക്കൂട്ടാം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ജീരകം, പെരിഞ്ജീരകം ചേർത്ത്, പിന്നെ തേങ്ങ കൊത്തിട്ടു. അതൊന്ന് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇട്ടു, സവാള അരിഞ്ഞതിട്ടു,
പിന്നെ കുറച്ച് ഉപ്പും. ഇനി നമ്മൾ പൊടികളൊക്കെ ഇടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇന്ന് കറിയല്ലേ അമ്മ ഉണ്ടാക്കുന്നത്? കറിയാണ് കേട്ടോ, കറി. ഇപ്പം നമ്മുടെ മെയിൻ സാധനം ഇടാൻ പോവാണ്. ഷീമച്ചക്ക അരിഞ്ഞത്. ഇങ്ങനെയാണ് അരിഞ്ഞത്. പോയി ഇനി കുറച്ച് നേരം വേവണം. പിന്നെ വെള്ളം വറ്റിയിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. ഇനി ഇതും ഒന്ന് തിളയ്ക്കണം. കറിവേപ്പിലിടണം. കറിവേപ്പിലയും കൂടി ഇട്ട് അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ സംഭവം തയ്യാറായി. ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഷീമച്ചക്ക കറി റെഡിയായിട്ടുണ്ട്. ഇവൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. മേടിക്കുമ്പോഴേ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവൻ വിളഞ്ഞയാണോ എന്ന് നോക്കണം. പൊട്ടാണെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് ഇവനെ കട്ട് ചെയ്ത് വേവിക്കേണ്ടി വരും. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പം ഷീമച്ചക്ക ഇറച്ചിക്കറി തിന്നുമ്പോൾ ഒരു ഇറച്ചിക്കറിയൊക്കെ പോലെ ഉണ്ടാകും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇറച്ചി കിട്ടിയില്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രകൃതിദത്തമായ ഇറച്ചിക്കറിയും ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.